ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം എല്ലാവർക്കും സുസ്വാഗതം, നമസ്കാരം. അപ്പോൾ കളിക്കളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കളിക്കളം ഇൻ അസോസിയേഷൻ വിത്ത് ടൈം എക്സ്പ്രസ് കാർഗോ ആൻഡ് ഗിഫ്റ്റ് സ്പോൺസേർഡ് ബൈ മജ്ലിസ് റെസ്റ്റോറൻറ്റ് ഷാർജ ആൻഡ് ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂൺ ആൻഡ് ക്രോക്കഡൈൽ പാർക്ക് ദുബായ്. ഇത്രയും സമ്മാനങ്ങൾ നിങ്ങളെ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും. അത് വിളിച്ച് വിൻ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും സമ്മാനം കൊടുക്കാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വെള്ളിയാഴ്ച ലാസ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇന്നാണ് ഡ്യൂട്ടിക്ക് പോയത്. ഇത്രയും ദിവസം ലോങ് ആയിട്ടുള്ളൊരു ലീവ് തന്നെയായിരുന്നു ഫുള്ളായിട്ട്. അതിൽ 9-ാം തീയതി അല്ലെങ്കിൽ 13-ാം തീയതി ശനിയാഴ്ച ഞങ്ങളെല്ലാവരും UBL ഉണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ TV-യിലൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മളെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. 10ഓളം അമ്മമാർ വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്നും. ദയാ അഗതി മന്ദിരം കൊടുങ്ങല്ലൂർ, അവിടെ നിന്നുള്ള 10ഓളം അമ്മമാർ വന്നിട്ടുണ്ടായിരുന്നു. ആ അമ്മമാരോടൊപ്പമായിരുന്നു നമ്മൾ ഇപ്രാവശ്യത്തെ വിഷു ആഘോഷിച്ചിരുന്നത്. ക്ലാരിഷ് ഹോട്ടൽ ദുബായ്, അതായത് അമ്മ വീട് റെസ്റ്റോറൻറ്റ്, അവരാണ് ആ അമ്മമാരെ ഇവിടെ കൊണ്ടുവന്നിരുന്നത്. ആ അമ്മമാർ വന്നു, അമ്മമാരുമായിട്ട് സംസാരിച്ചു. കുറേ സമയം അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സംസാരിക്കാനും ഒരു ചെറിയ രീതിയിൽ ചാക്യാറൊക്കെ ചെയ്യാനും UBLൻ്റെ സൈഡിൽ കുഞ്ഞ് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റി. നിങ്ങൾക്കും ആർക്കെങ്കിലും അങ്ങനെ ഒരു ഗിഫ്റ്റോ എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അമ്മ വീട് റെസ്റ്റോറൻറ്റിൽ വിളിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ അമ്മമാർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് നേരിട്ട് ദയാ അഗതി മന്ദിരത്തിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും നിങ്ങൾ ചെയ്യുക. നമുക്ക് ഇവരെല്ലാം ജന്മന ആരുമില്ലാത്ത ആളുകളായിട്ട് ഉള്ള ആളുകളല്ല. ഇവരെല്ലാം ആളുകൾ ഉണ്ടായിട്ട് പിന്നീട് അവരൊക്കെ വിട്ടുപോയവരാണ്. അല്ലെങ്കിൽ 1-2 ആൾക്കാരൊക്കെ അവരാരും ഇല്ല, മരിച്ചുപോയി, അങ്ങനെയുള്ള ആൾക്കാരാണ്. അല്ലാതെ ഉള്ളവർ ഒഴിവാക്കിയവരാണ്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. ശരിക്കും അത് ഭയങ്കര സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെ വരുന്ന ആളുകളോടൊപ്പമായിരുന്നു നമ്മൾ ഈ വിഷു ആഘോഷിച്ചിരുന്നത്. അത് ദിനേശ് പണിക്കർ, അദ്ദേഹം ഉണ്ടായിരുന്നു ഈ സമയത്ത് അവരുടെ കൂടെ. പിന്നെ ഇപ്പോൾ എല്ലാവരും സംസാര വിഷയമായ മല്ലിക സുകുമാരൻ, അതായത് 50 വർഷം പൂർത്തിയാക്കിയിരിക്കുന്ന മഹിളാരത്നം മല്ലിക സുകുമാരൻ, അവരും ഉണ്ടായിരുന്നു. മല്ലിക സുകുമാരൻ അവരെയും കണ്ടിരുന്നു. ആൻഡ് നിങ്ങൾക്കറിയാം, നമ്മൾ ഈ വിഷു ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും വിഷു ആഘോഷിക്കും. പക്ഷേ ആ വന്നവരുടെ മുഖത്ത് വന്ന ഒരു നിമിഷത്തെ ചിരി, ആ പുഞ്ചിരി, അത് തന്നെയാണ് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന നിമിഷങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 0423824991 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. കുറേ ദിവസം ലീവായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ലീവ് എന്ന രീതിയിലായിരുന്നു എല്ലാവരും. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കളമില്ലാത്തത് ഇന്ന് നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അതിനിടയിൽ കൂടി ഗെയിം കളിച്ചുകൊണ്ട് അങ്ങനെ പോകാം. നമ്മുടെ കുറേ വിശേഷങ്ങൾ പറയാനുണ്ടല്ലോ. നമുക്ക് കഴിഞ്ഞ ആഴ്ച എവിടെ പോയി, എന്ത് ചെയ്തു, എന്തായിരുന്നു. അതിന് കഴിഞ്ഞ ആഴ്ചയിൽ പെരുന്നാൾ വന്നു, വിഷു വന്നു, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വന്നു. അതിൻ്റെ തൊട്ട് മുന്നത്തെ ആഴ്ചയിൽ ഈസ്റ്റർ വന്നു. ഏകദേശം നമ്മളെ ഒരു സൈഡിലുള്ള ഇതൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പാർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ. ഇനി അടുത്ത ലീവ് വരുന്നത് കുറച്ചും കൂടി സമയം എടുത്തിട്ടാണ്. പക്ഷേ നമ്മളിപ്പോൾ നമ്മളെ ലീവെല്ലാം കഴിഞ്ഞ് ഇനി അങ്ങ് കണ്ടിന്യൂ വർക്ക് മൂഡിലേക്ക് വന്നിരിക്കുകയാണ് എല്ലാ ആളുകളും. അതുപോലെ തന്നെ നമ്മൾ ഷോയും ഫുൾ ബാക്ക് ടു ബാക്ക് ഷോ വന്നുകൊണ്ടിരിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ 3-in-1, അതുപോലെ തന്നെ കളിക്കളം, അത് കഴിയുമ്പോൾ നാളെ വീണ്ടും 7:30 3-in-1, പിന്നെ ഉച്ചക്ക് നിങ്ങൾക്കറിയാം ലേഡീസ് ലോഞ്ച്, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും അങ്ങനെ തന്നെ ഉണ്ടാവും. 2 ദിവസത്തെ മഴ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക. നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം പുറത്തു പോവുക. അല്ലെങ്കിൽ ഇപ്പോൾ നാളെയൊക്കെ വർക്ക് ഫ്രം ഹോം കൊടുത്തിട്ടുണ്ട് കുറേ കമ്പനികൾക്ക്. അങ്ങനെ വർക്ക് ഫ്രം ഹോമൊക്കെ ആണെങ്കിൽ വണ്ടി എവിടെയെങ്കിലും സേഫായ ഒരു സ്ഥലത്ത് നിർത്തി വെച്ചിട്ട് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റുമോ പരമാവധി വീട്ടിൽ തന്നെ ഇരിക്കുക. കുട്ടികൾക്കെല്ലാം ഓൺലൈൻ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളൊന്നും പുറത്തു പോകുന്നില്ല. അതുകൊണ്ട് ആ ഒരു സമാധാനം എന്തായാലും ഉണ്ടാവും. പിന്നെ രക്ഷിതാക്കളായിട്ടുള്ള നമ്മളെപ്പോലെയുള്ള ജോലിക്ക് പോകണം എന്നുള്ള ആൾക്കാർ എന്തെങ്കിലും വിധത്തിൽ വർക്ക് ഫ്രം ഹോം എടുക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ വർക്ക് ഫ്രം ഹോം എടുക്കുക. ഇനി ആനുവൽ ലീവിൽ കുറച്ച് കിടപ്പുണ്ടെങ്കിലും 2 ദിവസത്തെ ലീവ് എടുത്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ 2 ദിവസത്തെ ലീവ് എടുക്കുക. വളരെ അത്യാവശ്യമാണ്, പോയേ പറ്റൂ. അങ്ങനെ ക്രിട്ടിക്കലായിട്ടുള്ള ജോലിയൊക്കെ ആണെങ്കിൽ മാത്രം ജോലിക്ക് പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വർക്ക് ഫ്രം ഹോമോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെയോ ഒക്കെ നിന്നുകൊണ്ട് നിൽക്കുക. കാരണം അറിയാലോ, നമ്മൾ മഴ കുറച്ച് വലിയ മഴയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് കുറച്ച് ജാഗ്രത വളരെ അത്യാവശ്യമായിട്ടുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് കടക്കാം. നമ്മൾ കുറച്ച് ഗെയിമുകൾ, എന്തൊക്കെയാണ് ഗെയിമുകൾ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് തരുന്ന, അതുപോലെ ഞാൻ ഇന്ന് ഈ ഒരു ഇതിൽ വന്നത്, എൻ്റെ അടുത്ത് ഇവരൊക്കെ ചോദിച്ചു എന്താണ് ഇന്നിങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ പ്രേക്ഷകരോടൊപ്പം വിഷു ആഘോഷിക്കാൻ പറ്റിയില്ല. വിഷുവിൻ്റെ സമയത്തൊന്നും ലൈവ് ഉണ്ടായില്ല, അല്ലെങ്കിൽ വിഷുവിന് നമ്മളിവിടെ ലൈവ് ഷോസ് ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ വിഷു ഞാൻ ഇന്നാണ് ആഘോഷിക്കാമെന്ന് വിചാരിച്ചത്. ഏപ്രിൽ 14-ാം തീയതി 2000
വർഷം 2000 ഏപ്രിൽ 14 ഞാൻ ആദ്യമായിട്ടൊരു മിനി സ്ക്രീനിൽ ഒരു ടി വിയിൽ വരുന്നത്. ചാക്യാർ ഓൺ സീൽ എന്ന് പറയുന്ന ഒരു ചാനൽ, ഒരു ഷോയുമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. അതൊരു വിഷു ദിവസം വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെയുള്ള ഷോ ആയിരുന്നു. മിസ്റ്റർ തൻവീർക്കൻ്റെ ആണ് ഈ മജ്ലിസ് റെസ്റ്റോറൻറ്റ്, അദ്ദേഹത്തിൻ്റെ ആണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ടൊരു സ്ക്രീനിൽ നിന്ന് ഷോ ചെയ്ത് തുടങ്ങുന്നത്. അതായത് 24 വർഷം, ഇന്നലത്തേക്ക് 24 വർഷം പിന്നിട്ടു. ഇന്നത്തെ ദിവസം 25ാമത്തെ വർഷമാവുകയാണ്. ഞാനിപ്പോഴും സ്റ്റിൽ ടി വിയിൽ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ നിമിഷമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഷോ, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ കുറച്ച് കാലത്തേക്ക് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ അത് കഴിഞ്ഞ് പിന്നെയും അത് ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് ഘട്ടങ്ങൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ പ്രോഗ്രാമിന് പോകാൻ പറ്റാണ്ടും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും ഇത്രയും വർഷത്തിനിടക്ക് ഞാൻ ഒരിക്കൽ പോലും ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 3 മാസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ചാനലിൽ നിന്നും വിട്ടു നിന്നിട്ടില്ല. ഞാൻ അപ്പോഴൊക്കെ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇന്നും ഞാൻ ഷോ ചെയ്യുന്നു. ഇനിയിപ്പോൾ നാളെയും ഷോ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ നിൽക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടാണ് എനിക്ക് ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ ഷോ ചെയ്യാൻ പറ്റിയത്. ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ ടി വിയിൽ അല്ലെങ്കിൽ ഒരു മിനി സ്ക്രീനിൽ, നമ്മളിപ്പോൾ ചില ആൾക്കാർ പറയും ഇപ്പോഴും ടി വിയിൽ ഷോ ചെയ്യുന്നു എന്നൊന്നും പറയണ്ട. കാരണം എന്താ അറിയോ, നമ്മളിപ്പം എന്താ പറയുക, ഹിന്ദി സിനിമയിലെ മെയിൻ ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അമിതാഭ് ബച്ചൻ, ഷാറുഖ് ഖാൻ, സൽമാൻ ഖാനൊക്കെയാണ്. ഇവർ ടി വിക്കാരായിരുന്നു. ഇവരെല്ലാം ടി വിയിൽ ഷോ ചെയ്യുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ മോഹൻലാൽ ആണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും മുകേഷ് ആണെങ്കിലും ഇവരും ജഗദീഷ് അടക്കമുള്ള എല്ലാ ആളുകളും ടി വി അവതാരകരാണ്. മണിയമ്പിള്ള രാജു ആണെങ്കിലും എല്ലാം സിനിമാക്കാരെന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയ സംഭവമാണെന്ന് പറയുന്ന പലരും ടി വി അവതാരകരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അഭിമാനിക്കുന്നു ടി വിയിൽ ഷോ ചെയ്യാൻ കഴിയുന്നതിൽ, ടി വിയിൽ ഷോ ചെയ്യുന്നതിന്. അപ്പോൾ 0423824911 എന്നുള്ള നമ്പറിൽ വിളിച്ചിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് അങ്ങനെ അടിച്ചു പൊളിക്കാം. കുറേ ദിവസത്തിന് ശേഷമുള്ള കോൾസ് ഉണ്ടാവും. കാരണം നമ്മൾ കഴിഞ്ഞ ഒരു മാസം വ്രതശുദ്ധിയിലായിരുന്നു, നോമ്പിലായിരുന്നു. ആ സമയത്ത് ചില ആൾക്കാർ ടി വി വെച്ചിട്ടുണ്ടാവില്ല. പിന്നെ നമ്മളെ ടൈം എന്ന് പറയുന്നത് തറാബി നമസ്കാരത്തിന് ഒരു ടൈമായിരുന്നു. 8:30 to 9:30 എന്നൊക്കെ പറയുന്നത് ഒരു തറാബി ടൈമിംഗ് ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ടും കുറേ ആൾക്കാരുണ്ടാവില്ല. ഇപ്പം നമുക്ക് നോക്കാം ആരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്താ പേര് പറഞ്ഞ? അഖിൽ അല്ലേ? ഓക്കെ അഖിൽ, ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം, അങ്ങനെ എല്ലാം ശരിയാക്കി. നമുക്ക് എന്താ ചെയ്യുന്ന അഖിൽ? ഞാൻ ഇവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ആണോ? നമുക്ക് ഏത് ഗെയിമാണ് ഇഷ്ടം കളിക്കളത്തില്? എനിക്ക് ആ ഒരു നമ്പറിന്റെ ഗെയിം ഇല്ലേ, അത് കളിക്കാനാണോ വന്നത്? അല്ല, ഞാൻ വെറുതെ വിളിച്ചത്. ഏതാണോ ഗെയിം അത് കളിക്കാം. ഓക്കെ, എന്നാ നമുക്ക് മലയാളത്തിൽ സംസാരിച്ചാലോ? ശരി, ഓക്കെ, റെഡി, ടൈം സ്റ്റാർട്ട് നാവ്. അപ്പൊ ടൈം തുടങ്ങി കഴിഞ്ഞു. മലയാളത്തിൽ മാത്രം സംസാരിക്കാൻ, ഒന്നും വേറെ ലാംഗ്വേജ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അഖിൽ എവിടെ, ഫാമിലി ഇവിടെയാണോ നാട്ടിലാണോ? ഇവിടെ തന്നെ ഉണ്ട്. മക്കളൊക്കെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ചെറുതാണ്. സ്കൂളിൽ പോയി തുടങ്ങിയിട്ടില്ല? ഇല്ല. നേരത്തെ കളിക്കളം ഷോയിൽ വിളിച്ചിട്ടുണ്ടോ? ഉണ്ട്. വേറെ ഏത് ഷോയിലാണ് വിളിച്ചിട്ടുള്ളേ? വേറെ ഒരു പരിപാടി കൂടി ഉണ്ടല്ലോ. ഒരുപാട് പരിപാടിയൊന്നുമല്ലോ, ഒരുപാട് പരിപാടിയുണ്ട്. അതില 3-1 3 in 1. അതിൽ വിളിച്ച് സമ്മാനം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. സമ്മാനം കിട്ടിയിട്ടുണ്ട്. അത് ശരി. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. എവിടെ വർക്ക് ചെയ്യുന്നേ? ഇതുപോലെ തന്നെ വേറെ ഒരു സ്ഥലത്ത്. ഏതുപോലത്തെ? ടി വി പോലത്തെയോ? അല്ല, ഞാൻ ചെയ്യുന്ന പോലെ തന്നെ വേറൊരു സ്ഥാപനത്തില് ജോലി ചെയ്യുന്നു. എന്തായിട്ട് വർക്ക് ചെയ്യാ വൈഫ്? മാനവശേഷി. ഓ, ഭാര്യ അവിടുന്ന് പറഞ്ഞു തരുന്നതാണ് മാനവശേഷി. HR ആണല്ലേ? HR അസിസ്റ്റന്റ് ആണോ, HR ഹെഡ് ആണോ? രണ്ടാമത്തെ അല്ല. രണ്ടാമത്തെയോ? അതെ, ആദ്യത്തെ ഒന്നും അറിയില്ല. ഓക്കെ, ഇപ്പൊ എത്ര വർഷമാക്കില്ല ഇവിടെ വന്നിട്ട്? ഇപ്പൊ മൊത്തം ഒരു 9. ഈ 9 വർഷം ഒറ്റ കമ്പനിയാണോ അതോ വേറെ കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ടോ? ഒന്നല്ല, ഒരുപാട് കമ്പനി വർക്ക് ചെയ്തോ? ഒരുപാടില്ല, 3 കമ്പനി മൊത്തം വർക്ക് ചെയ്തിട്ടുള്ളൂ. ഈ 3 കമ്പനി വർക്ക് ചെയ്യുമ്പോ ഈ വിസ ചേഞ്ചിങ് കാര്യങ്ങൾ, അതിന്റെ ബുദ്ധിമുട്ടൊക്കെ എങ്ങനെയായിരുന്നു? ബുദ്ധിമുട്ടാണോ അത്? ഇല്ല, എളുപ്പമായിരുന്നു. എന്തുകൊണ്ടാ? ഫാമിലി വിസ ഇപ്പൊ എന്ത് ചെയ്യും? ഹോൾഡ് ചെയ്യോ? അത് നമ്മള് റദ്ദാക്കിയിട്ട് വിസ ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും പുതിയ വിസ അടിക്കും. അതെ. അല്ലാതെ ഇത് ചെയ്യത്തില്ല, ഹോൾഡ് ചെയ്യത്തില്ല. ദുബായിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ എന്ന വാക്ക് ഉപയോഗിച്ചോ? ഓക്കെ, അതറിയില്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടിട്ട്. ഓക്കെ, എന്തായാലും വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമുക്ക് എപ്പോഴെങ്കിലും
അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കുമ്പോൾ നമുക്ക് വിൻ ചെയ്യാൻ നോക്കാം. എന്തായാലും വിളിച്ചതിൽ സന്തോഷം, ഒരുപാട് സന്തോഷം. അടുത്ത ആളിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് എൻ്റെ മലയാളം എന്നുള്ള ആ ഒരു സെഗ്മെന്റ് കഴിഞ്ഞു. ഇനി ഞാൻ അടുത്ത ആൾക്കാർക്കും മലയാളത്തിൽ മാത്രം സംസാരിക്കുക എന്നുള്ള ഗെയിം കൊടുക്കുന്നില്ല. ഇനി വരുന്ന ആൾക്ക് അടുത്തൊരു ഗെയിം കൊടുക്കും. അങ്ങനെ ഓരോരാൾക്കും ഓരോ ഗെയിം തന്നെ കൊടുക്കുള്ളൂ. റിപ്പീറ്റഡ് ഗെയിം കൊടുക്കുന്നില്ല. ഞാൻ ഇന്ന് ഒരു ഗെയിം കഴിഞ്ഞാൽ ആ ഗെയിം കഴിഞ്ഞാൽ അടുത്ത ഗെയിം അങ്ങനെയാണ് കൊടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത വിളിക്കുന്ന ഒരാളും എൻ്റെ മലയാളം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വരരുത്, വേറെ ഗെയിം മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ ഓരോ ഗെയിമായിട്ട് നമുക്ക് പോകാനുള്ള സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചേൻ്റെ അപ്പുറത്തെ ആഴ്ചയിൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പെണ്ണ് കാണലിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ പെണ്ണ് കാണലിൽ ഞാൻ ഇത്ര പെണ്ണ് കണ്ടു എന്നൊക്കെ പറഞ്ഞു. ഇവിടെയുള്ളവന്മാരെന്നെ ട്രോളി നടക്കുകയാണ് ഇപ്പം മൊത്തത്തിൽ. സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞാണ്, എൻ്റെ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും പെണ്ണ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. കല്യാണം കഴിക്കാൻ വേണ്ടി ഇപ്പോഴും പെണ്ണ് കിട്ടാണ്ട് പെണ്ണ് നോക്കിക്കൊണ്ട് നടക്കുന്ന 200ഓളം പെണ്ണ് കണ്ട ആൾക്കാരുണ്ട്. ഞാൻ വെറും ഒരു 49 പെണ്ണ് കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവർ എന്നിങ്ങനെ ട്രോളുന്നത്. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ടോണി പെണ്ണ് കാണാൻ പോയിട്ടില്ല. ടോണി പ്രേമിച്ചിട്ടാണ് കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അതിൻ്റെ ആ ഒരു സുഖകരമായ പരിപാടി അവൻ അറിയില്ല. ഈ പെണ്ണ് കാണാൻ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വല്ലാത്തൊരു ഫീലുണ്ട്. അതങ്ങനെ ഒരു 3-4 എണ്ണത്തിൽ കൂടുതൽ പോയ ആൾക്കാർക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് മനസ്സിലാവും. ഇപ്പോൾ സച്ചുവേട്ടൻ എന്ന് പറഞ്ഞാൽ 2 പെണ്ണ് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്ന PCR-ലിരിക്കുന്ന അവനാണെങ്കിലും 1-2 പെണ്ണേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് അവർക്കൊന്നും ഇതിനെപ്പറ്റി പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇത് മനസ്സിലാവണമെങ്കിൽ മിനിമം ഒരു 4-5 ഒക്കെ പെണ്ണ് കാണാൻ പോകണം. അങ്ങനെയൊക്കെ പോയവർക്ക് അതിൻ്റെ ഒരു എത്ര കണ്ടടാ ആണ് അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പോയാൽ മാത്രമേ അത് അറിയുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവരെൻ്റെ അടുത്ത് ട്രോളുന്ന ആൾക്കാരുടെ അടുത്ത് പ്രത്യേകം പറയാണ്, എൻ്റെ ട്രോളരുത്. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാണ്, ഇനി ട്രോളാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചും ട്രോളും എന്ന് പറയാനാണ്. നമ്മളെ നാട്ടിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ചില കുട്ടികളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്കൂളിൽ പോയത്, അതായത് നമ്മൾ അംഗൻവാടിയിലൊക്കെ പോയിട്ടുണ്ടാവും. അംഗൻവാടി പോകുന്നതിന് ശേഷം നമ്മൾ 1-ാം ക്ലാസ്സിൽ പോയത് പല ആൾക്കാർക്കും, നല്ല പ്രായമായ ആൾക്കും 1-ാം ക്ലാസ്സിൽ സ്കൂളിൽ പോയത് ഓർമ്മയുണ്ടാവും. അപ്പോൾ ചില സമയത്ത് ഞാനത് ഇങ്ങനെ ചിലപ്പോൾ പറയും, ഇങ്ങനെ ഞാൻ 1-ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് പോയ സമയത്ത് ഞാൻ ഇരണാവ് UP സ്കൂളിലാണ് ഫസ്റ്റ് പോകുന്നത് 1-ാം ക്ലാസ്സിൽ. അപ്പോൾ അന്ന് റീന ടീച്ചറാണ് ക്ലാസ് 1-ാം ക്ലാസ്സിൽ. എൻ്റെ ടീച്ചർ റീന ടീച്ചർ എൻ്റെ വീട്ടിൻ്റെ അതുവഴിയാണ് എന്നും പോകുന്നത്. അപ്പോൾ ഞാനൊരു 6 വയസ്സൊക്കെ ആയിട്ടാണ് സ്കൂളിൽ പോയി തുടങ്ങുന്നല്ലോ. അപ്പോൾ 6 വയസ്സിന് മുമ്പ് ഞാൻ അംഗൻവാടി പോയിട്ടില്ല. ഇപ്പോൾ ഈ 6 വയസ്സിന് മുമ്പേ ഉള്ള സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് കളിക്കുന്ന സമയത്ത് ഞാൻ ഈ ടീച്ചർ പോകുന്നതും വരുന്നതും സ്ഥിരമായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഒരു പരിചയക്കുറവൊന്നും സ്കൂളിൽ പോയിട്ടുണ്ടായിട്ടില്ല. പക്ഷേ എന്നിട്ട് പോലും എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് 1-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ ആ ഫസ്റ്റ് ഡേ എന്നെ സ്കൂളിൽ കൊണ്ടാക്കി ഞാൻ തിരിച്ച് അതുപോലെ ഓടി വീട്ടിലേക്ക് പോയ ഒരാളാണ്. കാരണം അത് ഒരു സ്ഥലത്ത് നമ്മളെ കൊണ്ടുവന്ന് ഇരുത്തുന്ന സമയത്ത് നമുക്കുണ്ടാകുന്നൊരു വല്ലാത്ത വെപ്രാളം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വെപ്രാളാണ്. കാരണം ഇതെനിയിപ്പോൾ പുതിയ അധ്യയന വർഷം ആരംഭിച്ച് KG1 KG2 എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു 17-ാം തീയതി 18-ാം തീയതി ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് സ്കൂളൊക്കെ തുറക്കും. പുതിയതായിട്ട് കുട്ടികളൊക്കെ ആദ്യമായിട്ട് സ്കൂളിൽ പോയി തുടങ്ങും. എൻ്റെ മോൻ ആദ്യമായിട്ട് സ്കൂളിൽ പോയി തുടങ്ങാൻ പോകുന്നത് ഈ ഏപ്രിൽ 18-ാം തീയതിയാണ്. ഏപ്രിൽ 18-ാം തീയതിയാണ് അവൻ ആദ്യമായിട്ട് സ്കൂളിൽ പോകണം. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി അവനോട് ചോദിക്കുന്ന സമയത്ത് അവന് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ, സ്കൂളിൽ പോകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓക്കെ നിൽക്കും പോകും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ചെറിയൊരു പേടിയുണ്ട്. കാരണം ഇത് അവിടെ പോയി നിൽക്കുമോ? കാരണം ഇത്രയും കാലമായിട്ട് 5 വയസ്സ് വരെ അല്ലെങ്കിൽ 4 വയസ്സ് വരെ ഇതിങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനെ കളിച്ച് നടന്ന ഒരുത്തനെ കൊണ്ടുവന്ന് ഒരു ക്ലാസ് മുറിക്കകത്തിരുത്തി വേറെ ടീച്ചേഴ്സ് വേറെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. പക്ഷെ എന്നാൽ പോലും ഇത് എത്രത്തോളം പ്രാവർത്തികാവെന്ന് അറിയില്ല. ആ ഒരു ടെൻഷൻ നമുക്കും ഉണ്ട്. ഹലോ നമസ്കാരം, ആരാ? എന്താ വിശേഷം? എങ്ങനെയുണ്ടായിരുന്നു പെരുന്നാളൊക്കെ? അടിച്ചു പൊളിച്ചു. എവിടെയൊക്കെ പോയി? പെരുന്നാൾ മൊത്തത്തിൽ 9 ദിവസം ആയതുകൊണ്ട് അടിപൊളിയായിരുന്നു. മൊത്തം ലീവ് മൊത്തത്തിൽ അങ്ങ് ഫുൾ ഡേ ലീവ് ആയതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഡ്യൂട്ടിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമായിരുന്നു. അതെ, പിടിച്ചു വലിച്ചു പോകുന്ന പോലെയാ പോയത്. പിന്നെ ഇന്ന് മോൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് പിന്നെ അവളെ കൊണ്ടുവിട്ട് അങ്ങനെ പോകുന്നതുകൊണ്ട് പിന്നെ അങ്ങനെ അതങ്ങ് പോയി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് മധുരം മലയാളം ഇല്ല, നമുക്ക് ആക്കാപ്പ വേണ്ട, നമുക്ക് നമ്പർ ഗെയിം കളിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്പർ ആണേ. നെക്സ്റ്റ് നമ്പർ വേണോ ബാക്കോട്ട് വേണോ? നെക്സ്റ്റ് മതി. ഓക്കെ, നെക്സ്റ്റ് നമ്പർ ആണ്. മലയാളം പറയുമ്പോൾ ഇംഗ്ലീഷ് പറയുമ്പോൾ മലയാളം. ഓക്കെ, റെഡി, ടൈം സ്റ്റാർട്ട് നൗ. അപ്പൊ തുടങ്ങുകയാണ്. മലയാളത്തിലാണ് പറയുന്നത്, ഇംഗ്ലീഷിലാണ് പറയുന്നത്, മലയാളം. നെക്സ്റ്റ് നമ്പർ ആണ് പറയുന്നത് 33.
35 36 7 8 9 10 1 2 3 4 5 6 7 8 29 30 39 40 41 42 4 5 6 7 7 8 9 10 33 33 34 അല്ലേ പറയണ്ടേ 33 34 പറയേണ്ടത് 33 പറഞ്ഞ ഔട്ടായി പോയി കേട്ടാ. കുഴപ്പമില്ല നമുക്ക് നാളെയും കൂടി ഞങ്ങൾക്ക് അളവില്ലാണ്ട് തന്നെ വരാനാണ് സാധ്യത. നാളെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ കളങ്ങളുമായിട്ട് വരുന്നുണ്ടാവും. കളങ്ങൾ വന്നാൽ എനിക്ക് ഒരു 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 സുഖമാവുള്ളൂ. കളങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മൾ ആ കളത്തു നിന്ന് ഒരു നമ്പർ എടുക്കുന്നു, ആ നമ്പർ പറയുമ്പോൾ ഏത് ഗെയിമാണോ വരുന്നത് ആ ഗെയിം കളിക്കുന്നു. ആ ഒരു എൻ്റർടൈൻമെൻറ്റിലേക്ക് പോകണമെങ്കിൽ നമ്മൾ കളങ്ങൾ വേണം. അപ്പോൾ കഴിഞ്ഞൊരു മാസം നമ്മൾ നോമ്പൊക്കെ ആയതുകൊണ്ടാണ് കളയൊക്കെ ഒന്ന് ഒഴിവാക്കിയത്, നിർത്തിയത്. പക്ഷേ ഇനി നാളെ കഴിഞ്ഞ് ഞാൻ കളം കൊണ്ടുവന്ന് വെച്ചിട്ട് കളത്തിനകത്ത് ഗെയിമൊക്കെ ഒന്ന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പണിപ്പുരയിലാണ് ടോണി. ഈ കളങ്ങൾ മുഴുവൻ ചേഞ്ച് ചെയ്തു കേട്ടോ. എല്ലാ ഗെയിമും ചേഞ്ച് ചെയ്തേക്കുക. നമുക്ക് പുതിയ ഗെയിംസും പുതിയ സംഭവങ്ങളും കയറ്റിയിടാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ 0423824991 എന്നുള്ള നമ്പറിലേക്ക് വിളിക്കുക. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ നെക്സ്റ്റ് കോളറിലേക്ക് പോകണമെങ്കിൽ എനിക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബ്രേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഒരു ചിന്ന ബ്രേക്ക് പോയിട്ട് തിരിച്ചു വരാം. യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നെക്സ്റ്റ് കോളറിലേക്ക് പോകാനുള്ള സമയമാണ്. നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. ആരാണ്? ഹലോ, അനുവാണ്. അനു, എന്തുണ്ട് വിശേഷം? അനു സുഖമായിട്ടിരിക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു ലീവൊക്കെ? ലീവൊന്നും കുഴപ്പമില്ല. ലീവ് എന്തോ ഒരു താല്പര്യക്കുറവ് പോലെ ലീവ് ഉണ്ടായിട്ട്? അല്ല, അതൊക്കെ അങ്ങനെ പോയി, കുഴപ്പമില്ല. അനുവിന് വർക്ക് ഉണ്ടോ? ആ, വർക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് ആക്കാപ്പ കളിക്കാം. ഏതാ അക്ഷരം എടുക്കുക? ഏത്? ആക്കാപ്പ. ശരി, അതെന്തായിരുന്നു അതിന് മലയാളം പറയണം? അല്ലല്ല, ഏത് ലാംഗ്വേജ് ഉപയോഗിക്കാം. പക്ഷെ ആ അക്ഷരം വരാൻ പാടില്ല. ഇടയിലും അവസാനം ആദ്യം വരാൻ പാടില്ല. തിരഞ്ഞെടുക്കുന്ന ആ ഒരു അക്ഷരം ഏതാ എടുക്കുക? കാ എടുക്കുന്നു. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. അപ്പൊ തുടങ്ങുന്നു. 2 മിനിറ്റ് നേരം എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടും. ഇതുവരെ ആയിട്ട് ആരും ജയിച്ചിട്ടില്ല. ഗിഫ്റ്റ് ഒരുപാടുണ്ട്. നമുക്ക് മുതലക്കുഞ്ഞുങ്ങളെ കാണാൻ പോകാനുള്ള ഗിഫ്റ്റ് ഉണ്ടാവും. കപ്പിൾ ഇൻവൈറ്റ് ടിക്കറ്റ് ആയിരിക്കും. ഒരു ടിക്കറ്റിന് ഏകദേശം 100 എബോ ആണ് ടിക്കറ്റ് ചാർജ്. അത് 2 എണ്ണം കിട്ടും. പിന്നെ ഒരു ഗിഫ്റ്റേ ഉള്ളൂ. ടൈമർ ഒന്ന് എടുത്ത് കളിച്ച് ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂണിൽ പോകാനുള്ള ഒരു ഇതായിരിക്കും 100 ദിറംസിന്റെ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മജ്ലിസ് പോയിട്ടുള്ള ഒരു ഡൈനിങ് ഡിന്നർ വൗച്ചർ സമ്മാനമായിട്ട് കിട്ടും. ഇതിലേതെങ്കിലും ഒരു സമ്മാനം കിട്ടും. ജയിച്ചാലേ കിട്ടൂ. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. കാലലക്ഷണം തിരഞ്ഞെടുത്തിരിക്കുന്നു. അനു നാട്ടിലെവിടെയാ? നാട്ടില് ഞാൻ മറ്റോ? അതെവിടെയാ? ഒരു സ്ഥലമുണ്ട്. അല്ല, മറ്റം എന്ന് പറഞ്ഞ ഏത് ജില്ലയിലാ? കണ്ണൂര്, കാസർഗോഡ്, കോഴിക്കോട്? അങ്ങനെ ഇല്ല. ഈ 3 സ്ഥലത്തും അല്ല? അല്ല. എറണാകുളം? അല്ല. തിരുവനന്തപുരം? അല്ല. പത്തനംതിട്ട? ഇമാജിനറി സ്ഥലമാണ്. ഓ, അങ്ങനെ. ഓ, ഉണ്ടാക്കിയതാ. ഓക്കെ. അപ്പൊ എവിടെ വർക്ക് ചെയ്യുന്നത്? അതും ഇമാജിനറി ആണോ? നോക്കട്ടെ. എവിടെ വർക്ക് ചെയ്യുന്നേ? ഉണ്ട്. എവിടെ? സ്ഥാപനത്തിൽ. അത് മനസ്സിലായല്ലോ. സ്ഥാപനത്തിൽ. ഏത് സ്ഥാപനത്തിൽ? എന്ത് വർക്ക്? കൂടുതൽ അസിസ്റ്റന്റ് HR. അത് ശരി. ഓക്കെ. അപ്പൊ ഇന്ന് പോയോ? ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തോ? പോയി. ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. ഈ കഴിഞ്ഞ 9 ദിവസം ലീവായിരുന്നോ അതോ ഇടയിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നോ? ഇടയിലുണ്ട്. എപ്പോഴാ ഉണ്ടായിരുന്ന ഡ്യൂട്ടി? ഡ്യൂട്ടിക്ക് എപ്പോഴാ പോയെ? 2 ദിവസം. 2 ദിവസം ഡ്യൂട്ടിക്ക് പോകണ്ടോ ഇടയിൽ? അതായത് തിങ്കളാഴ്ചയും ശനിയാഴ്ചയും പോയി. ബാക്കിയുള്ള ദിവസം ഫുൾ ഓഫ് ആയിരുന്നു? പോയില്ല. ഡ്യൂട്ടിക്ക് പോയില്ല. അപ്പൊ എവിടെയാ കറങ്ങാൻ പോയത്? എവിടെയാ? എല്ലായിടത്തും ഒന്നും പോകത്തില്ലല്ലോ. നമ്മൾ കുറച്ച് സ്ഥലത്തല്ലേ പോകാൻ പറ്റുള്ളൂ. അസുഖത്തിൽ ഉണ്ടല്ലോ. അസുഖം, അത് കായാണ്. കുഴപ്പമില്ല. അസുഖം എന്താ? മിസ്റ്റേക്ക് എന്നുള്ളതിൽ കാവുന്നു.
അല്ല നിങ്ങൾ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞത് അല്ല അസുഖം എന്നിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു അസുഖം എന്നുള്ളതിന്റെ കായാണ് കുഴപ്പമില്ല എന്ന് പറയുമ്പോഴാണ് മിസ്റ്റേക്ക് ആണെന്നാ ഞാൻ പറഞ്ഞത്. കായാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവിടുന്ന് പറഞ്ഞ മിസ്റ്റേക്ക് ആണെന്ന്. അപ്പൊ അതിനകത്ത് മിസ്റ്റേക്കിൽ കായുണ്ട്. അല്ല മിസ്റ്റേക്കിൽ കായില്ല. മിസ്റ്റേക്കിൽ കായില്ലേ? അതെങ്ങനെ മലയാളം അല്ലല്ലോ മിസ്റ്റേക്ക്. അയ്യോ കായ നഷ്ടം വരാനേ പാടില്ല. മിസ്റ്റേക്ക് എങ്ങനെ നമ്മൾ കായ നഷ്ടം ഇല്ലാണ്ട് പറയാൻ പറ്റില്ലല്ലോ. ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും മലയാളം ആയാലും കായ നഷ്ടം വരാൻ പാടില്ല. പറഞ്ഞില്ലായിരുന്നു. ഇംഗ്ലീഷിൽ KA ഇട്ട് കഴിഞ്ഞാലും കായാണ്. പക്ഷെ അതെന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു. അതൊന്ന് ഷോ കണ്ടു നോക്കും. നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്. അടുത്ത പ്രാവശ്യം ഒന്ന് നോക്കിയാൽ മതി. കുഴപ്പമില്ല. എന്തായാലും നിങ്ങളുടെ മിസ്റ്റേക്ക് ആണ്. മിസ്റ്റേക്ക് പിന്നെയും വരികയാണ്. അല്ല അതിപ്പോ കളി കഴിഞ്ഞല്ലോ. കളി കഴിഞ്ഞു. അങ്ങനെയല്ല, ഈ ആക്കാപ്പ എന്നുള്ളതിൽ നമുക്ക് ഏത് ലാംഗ്വേജ് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞാൽ അതല്ല, അതിനുശേഷം ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ഖാ എന്ന അക്ഷരം അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങൾക്ക് തെറ്റിപ്പറ്റിയതാണ്. അല്ലല്ല, അങ്ങനെയല്ല. ഈ ഔട്ട് ആവുക എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയും പറയും. ഇപ്പൊ ഞാനിപ്പോ എന്തെങ്കിലും പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ അതിനകത്തും കാ ഉണ്ട്. പറ്റും. പക്ഷെ അത് എനിക്ക് ഇതിലും നിങ്ങളുടെ മിസ്റ്റേക്ക് ആയിട്ടാണ് എനിക്ക് തോന്നി. ഇറ്റ്സ് ഓക്കെ. ഒരു ഗിഫ്റ്റ് തന്നപ്പോൾ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഐ ജസ്റ്റ് പ്ലേ ഫോർ ഒരു സെക്കൻഡ് വെക്കും. ഞാൻ എന്തായാലും ഇതിനു വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം. നമുക്ക് വേറൊരു ഗെയിം കളിക്കാം. നോ പ്രോബ്ലം. അല്ല, അത് അങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ എനിക്ക് തോപ്പിക്കാൻ പറ്റാത്തൊരു ഫീൽ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അത് വേണ്ട. ഞാൻ തോപ്പിച്ചിട്ടേ വിടുന്നുള്ളൂ. നിങ്ങൾ എന്റെ കയ്യിൽ നിന്നാണ് തോറ്റേക്കുന്നത്. ഞാൻ ഇതുവരെ നിങ്ങളെ കയ്യിൽ നിന്ന് തോറ്റിട്ടില്ല. ഇല്ല, ഞാൻ നോക്കട്ടെ. ഓക്കെ, ഞാൻ ശരിയാക്കാം. ഞാനല്ല, ഞാനൊരു ഇത് ചെയ്യാം. കുസൃതി ചോദ്യം വേണോ, കഥയും കഥാപാത്രവും വേണോ? ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോ. കഥയും കഥാപാത്രം വേണോ, കുസൃതി ചോദ്യം വേണോ? എന്തായാലും കുഴപ്പമൊന്നും. അല്ല, അങ്ങനെ പറയല്ലേ, തിരഞ്ഞെടുക്ക്. പിന്നെ അവസാനം അത് വീണ്ടും എന്റെ മിസ്റ്റേക്ക് ആവാൻ പാടില്ലല്ലോ. അല്ല, എനിക്ക് എന്റെ ചോയ്സ് കഴിഞ്ഞല്ലോ. ഇല്ല, അത് കുഴപ്പമില്ല. അത് ഇന്ന് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇന്ന് അങ്ങനെ പോകണ്ട. അത് വേണ്ട, അങ്ങനെ പോകണ്ട. എനിക്കല്ല, എനിക്ക് തോപ്പിച്ചില്ല, എനിക്ക് ഇന്ന് ഉറക്കം വരില്ലെന്ന്. അത് എനിക്ക് പറ്റത്തില്ല. ഇന്ന് എന്തായാലും തോറ്റിട്ട് പോയാൽ മതി. എനിക്ക് ജയിച്ചേ പോകാൻ പറ്റൂ. അന്നാ ജയിക്കാൻ നോക്കാലോ. അപ്പൊ ഞാനപ്പോ ഏതാ ചോദിക്കണ്ടേ? കുസൃതി ചോദ്യം ചോദിക്കണോ അതോ പിന്നെ കഥയും കഥാപാത്രം ചോദിക്കണോ? ഞാനൊരു ഗെയിമിനല്ലേ വന്നേ. അങ്ങനെ പറഞ്ഞു പോവല്ലേ അനു, പ്ലീസ്. ഇന്ന് മൊത്തത്തിൽ വിഷമം ഉണ്ടാക്കല്ലേ. ഞാൻ ചോദിക്കട്ടെ, കഥയും കഥാപാത്രമാണ്. കഥയും കഥാപാത്രം ഞാൻ പറയണോ? ഞാൻ പറയും. ഒരു ഡയലോഗ് പറയും. അത് ഏത് സിനിമയിലെയാണ്, ഏത് നടനാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയണം. അറിയത്തില്ല കേട്ടോ, ഞാൻ മലയാളം മൂവീസ് കാണാൻ കുറവാ. എനിക്ക് അറിയത്തില്ല. അപ്പൊ ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? എനിക്കറിയത്തില്ല. കുസൃതി ചോദ്യോ? കുഴപ്പമില്ല. എന്നാ പിന്നെ എന്തായാലും നോക്കാം നമുക്ക്. ഞാൻ നാളെ വിളിക്കാം. നാളെ വിളിക്കണം, ഉറപ്പായിട്ട് വിളിക്കണം. നാളെ എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും അനു അങ്ങനെ കോംപ്രമൈസ് ആയിട്ട് പോകുമ്പോ എനിക്ക് എന്തോ ഒരു സുഖം ഉണ്ടാവില്ല. അടുത്ത ആളിലേക്ക്. ഹലോ. നമസ്കാരം. ആരാ? നമസ്കാരം. ശശിയേട്ടനാ? അതെ. ശശിയേട്ടാ, എന്തുണ്ട് വിശേഷം? എങ്ങനെയുണ്ടായിരുന്നു 9 ദിവസം? നമ്മള് ക്രോക്കഡൈൽ പാർക്കിൽ പോയാ? അടിപൊളിയല്ലേ? ഇത് എല്ലാരടുത്തും പറയല്ലേ പോവാൻ വേണ്ടിട്ട്. ഒരു പ്രാവശ്യം പോകേണ്ട സ്ഥലമാണ് അല്ലേ? ഭയങ്കര സംഭവമാണെന്ന്. അവിടെ എത്രയോ മുതലുകൾ, ഒരു രക്ഷയില്ല. 300 250 ഉണ്ട്. അതിന്റെ അകത്ത് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. കുട്ടി മുതലുകളൊക്കെ കണ്ടിട്ടില്ലേ? അതായത് അവിടുന്ന് അവര് മുട്ട കാണിച്ചു തന്നിട്ടില്ലേ? ആ മുട്ട വിരിഞ്ഞിട്ടുള്ളതാണ് അത്രയും വലുതാകുന്നതെന്ന് പറയുമ്പോ ഭയങ്കര സംഭവമാണ്. നമുക്ക് ശശിയാട്ടന് ഗെയിം ഏതാണെന്നറിയോ? അന്താക്ഷരിയാണ്. സന്തോഷിച്ച് കളിക്കാനുള്ള ഒരു ഗെയിം ഉണ്ട്. അന്താക്ഷരി. ഒന്നും വേണ്ടപ്പാ. പാട്ട് പാടല് വേണ്ട. ഒരു കാര്യം ചെയ്തോ, നമുക്ക് പിന്നെ ഇത് കളിക്കാം. സിനിമാ പേര് വേണ്ട, അന്താക്ഷരി കളിക്കാം. അന്താക്ഷരി പറഞ്ഞ അവസാനത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം എടുത്തിട്ട് പാടല്. പാട്ട് വേണ്ട. എന്നാ സിനിമാ പേര് പറയും. പറയും. അവസാന അക്ഷരം ഇംഗ്ലീഷിലാണേ. സിനിമാ പേര് പറയാനാ? അവസാന അക്ഷരം ഇംഗ്ലീഷിലാക്കിയിട്ട് നമ്മൾ വഴിയായിട്ട് പോകും. അവസാനം ആരാണോ തോക്കുന്ന അയാൾ തോക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറയട്ടെ. മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു. യു. എന്താണ് ഇത്? ഉമ്മാച്ചുവോ? പിന്നെ അത് ഭയങ്കര ഫിലിമാണ്. ഉമ്മാച്ചു സി അല്ലല്ലോ, യു അല്ലേ വരിക? യു. അത് തെറ്റിച്ചു പറഞ്ഞ ഞാൻ കൂട്ടൂല കേട്ടോ. ഉത്തമൻ എൻ. നാടോടിക്കാറ്റ്. യു. അങ്ങനെ അക്ഷരം ഇങ്ങോട്ട് പറഞ്ഞാലേ ഞാൻ എടുക്കുള്ളൂ. ഉത്സവ പിറ്റേന്ന് യു. ഉത്തരായണം എം. മധുരനമ്പരക്കാറ്റ് യു.
എപ്പോ നിങ്ങൾക്ക് യു ഉള്ളൂ? ആ യു തരുന്നതാ. ഉത്തമം പറഞ്ഞതാ. അങ്കിൾ ബൺ. ആ നായർ സാബ് ബി. എന്തേ നായർ സാബാ? ആ ബി. ബി. ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ. ആ ഇള്ളല്ല എല്ല്. ലാൽ സലാം എം. എം. മണിച്ചിത്ര താഴ് യു. ആ യു ആണ്. ഉത്തര സ്വയംവരം എം. എം. ആ എം. കൊറേ ഫിലിം ഉണ്ടല്ലോ എം. കിട്ടൂല പക്ഷെ നമുക്ക് പെട്ടെന്ന്. മന്ത്രകോടി ഇ. ഐ അല്ലേ? ഐ. ആ ഇന്ദ്രപ്രസ്ഥം എം. എം. എം പിന്നെയും ചേച്ചിനെ കൊണ്ട് വിളിക്കും. പഴയ സിനിമ എടുത്തോണ്ട്. എം. മീൻ. മീൻ. ആ എൻ. നീലാകാശം ചുവന്ന ഭൂമി പച്ചക്കടൽ എൽ. എൽ. ലാൽ സലാം. ഞാൻ പറഞ്ഞു. ഞാൻ സലാം പറഞ്ഞു നേരത്തെ. അതെയാ? ആ എല്. 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 എത്രയോ ഫിലിം ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. എല്ലൊന്നും കിട്ടത്തില്ല. ലങ്കാദഹനം എം. മണിച്ചത്ത് മാനത്തെ വെള്ളിത്തേര് യു. യു. യു പിന്നെ വന്നോ? ആ സമയം കഴിഞ്ഞു. സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ്. ഉലകം ചുറ്റും വാലിബൻ ഓക്കെ ആയിരുന്നു. പക്ഷെ എന്നും പറയുമ്പോഴേക്കും സമയം ഒരുപാട് കഴിഞ്ഞു പോയി. കുഴപ്പമില്ല, ഒരുപാടുണ്ട് യു കേട്ടോ. പിന്നെ നമ്മളെ ഉദയനാട് താരം എല്ലാം ഉണ്ട്. ഒരുപാടുണ്ട്. ഉത്തമനുണ്ട്, ഉത്തരവുണ്ട്, ഉത്തരയുണ്ട്. ആ ഉത്തരയുണ്ട്. ഒരുപാടുണ്ടായിരുന്നു. കുഴപ്പമില്ല. എന്തായാലും വിളിച്ചാൽ സന്തോഷം അറിയിക്കുന്നു. എന്തായാലും നടക്കട്ടെ. അങ്ങനെ ശിഷ്യേട്ടനെ കൂടി തോൽപ്പിച്ച് ചെയ്യുക. അതായത് ഇന്നത്തെ ദിവസം ഇതുവരെ ആയിട്ട് ആരും ജയിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഹൈലൈറ്റ്. അടുത്ത ആളിലേക്ക് പോവാം. ഹലോ നമസ്കാരം, ആരാണ്? ഹലോ നമസ്കാരം. നമസ്കാരം, ആരാണ്? സുനിതയാണേ. യെസ്, ഹൗ ആർ യു? ഐ എം ഓക്കെ. ഹർഷ ഇവിടെ ഇത്തിരി ബിസി. അവള് ഇത്തിരി ബുക്സ് ഒക്കെ. സ്കൂള് തുടങ്ങിയല്ലേ? അതെ, സ്കൂളൊക്കെ തുടങ്ങി. എല്ലാം പുതിയ ക്ലാസ്സിലേക്കൊക്കെ പോയി. പുതിയ ഈ ക്ലാസ് ഇത് മാറിയോ? ഡിവിഷൻ മാറി. പിന്നെ ഫ്രണ്ട്സും ഒക്കെ മാറി. ഫ്രണ്ട്സ്, പുതിയ ഫ്രണ്ട്സിന് കിട്ടിയില്ലേ? പുതിയ ഫ്രണ്ട്സ് ആയിരിക്കും. നല്ലതല്ലേ? അതെ, പുതിയ ഫ്രണ്ട്സ് ഉണ്ടാകുന്ന നല്ല കാര്യം. ഹാപ്പി വിഷു ട്ടാ. ഹാപ്പി വിഷു ആൻഡ് ഈദ് മുബാറക്. അവിടെ എല്ലാവർക്കും. അതെ, ഈദ് അവിടെ എല്ലായിടത്തും. ടോണി എല്ലാവർക്കും. പിന്നില്ലേ എന്താണ് 2000 മറ്റേ ചാനൽ 2016 എപ്പോ തൊട്ടാ മറ്റേ മലയാളത്തിന്റെ പ്രോഗ്രാം ചെയ്തോണ്ടിരുന്നത്? പണ്ട് ഞാൻ 2000 നാട്ടിൽ മുതൽ തുടങ്ങിയതാണ് പ്രയാണം. ഓക്കെ. അതിപ്പോ ഞാൻ കേട്ടോണ്ട് 2000 തുടങ്ങിയതാണ്. 2000 ഏപ്രിൽ 14 തുടങ്ങിയത്. ഓക്കെ. അതിനുശേഷം ഗൾഫിലേക്ക് വരുന്നത് 2004 ഗൾഫിൽ വരുന്നത്. ഓക്കെ. ഈ ചാനൽ മുമ്പത്തെ ചാനലല്ലേ? അവിടെ 2004 എൻഡിൽ വന്നിട്ട് 2004 ലാസ്റ്റ് ഡിസംബറോട് കൂടിയിട്ട് അവിടെ ഷോ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ തൊട്ടുണ്ട്. ഫസ്റ്റ് തുടങ്ങിയ സമയത്തോട്ട് അല്ലേ? അതെ. ചാനൽ തുടങ്ങുമ്പോൾ മുതലേ ഉണ്ട്. ഞങ്ങളപ്പ 2008 തൊട്ട് ആ ചാനൽ കാണുന്നുണ്ടായിരുന്നു. അന്ന് മുതൽ എന്നെയും കാണുന്നുണ്ടാവും. അതെ. അപ്പൊ പക്ഷെ കൂടുതൽ കണ്ടു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു 2014-15 ആ ടൈമിലാണ്. 2014 കണ്ടിന്യൂസ് ആയിട്ട് മീൻസ് നമ്മള് മിസ് ആവാണ്ട് കാണുന്നത്. അതെ. അപ്പൊ നമുക്ക് ഗെയിം നമ്പർ ഗെയിം കളിക്കാം. നമ്പർ ഗെയിം ആയോ? 10 നമ്പർ മോർ കേട്ടോ. അതെന്താ അങ്ങനെ? ഓരോരാൾക്കും ഓരോ ഗെയിമാണ് കൊടുക്കുന്നത്. കഴിഞ്ഞു പോയ ഗെയിം ആർക്കും കൊടുക്കൂല. എനിക്ക് പാട്ട് ഗെയിം തരുകയില്ല. പാട്ട് പാടാൻ അറിയുന്നവർക്ക് പാട്ട് ഗെയിം കൊടുക്കൂല. അന്നേരം എല്ലാരും പാടി ജയിച്ചു കളിയും. അങ്ങനെ പറ്റൂലല്ലോ. ഇന്ന് എനിക്ക് ടാർഗറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഈ സെയിൽസിലൊക്കെ ടാർഗറ്റ് ഇടുന്ന പോലെ എനിക്ക് ഇട്ടിട്ടുണ്ട്. നോക്കാം നമുക്ക്. 10 നമ്പർ കൂട്ടി. ഇംഗ്ലീഷ് ആണ് മലയാളം, മലയാളമാണ് ഇംഗ്ലീഷ് കേട്ടോ. കുഴപ്പമില്ല, ട്രൈ ചെയ്ത് നോക്ക്. തോറ്റാ പോട്ടെന്നേ. നമ്മളിങ്ങനെ എന്തെല്ലാം തോൽക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും കണക്കാക്കണ്ട. നമ്പർ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. 10 നമ്പർ കൂട്ടി. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. 21 31 33 44 4 14 1 11 12 22 ഇന്ന് തന്നെ പറയണം കേട്ടോ. ഇത് 2 ദിവസം കഴിഞ്ഞിട്ടാ പറയുന്നത്. 39 44 54 1 11 12 22 21 32 42 4 അല്ലല്ല പോയി 32 42 പറഞ്ഞു. കുഴപ്പമില്ല. അവിടുന്ന് എന്തോ പറയുന്നുണ്ട്. നേരത്തെ ഔട്ടായി എന്നൊക്കെ. എന്താന്നറിയില്ല.
അതെ ആണോ? അറിയില്ല, ഞാനല്ല, അവിടുന്ന് വീട്ടിൽ നിന്ന് പറയുന്നു തോന്നുന്നു. ആ പറയൂ. അതെ, അപ്പൊ ബെസ്റ്റ് വിഷസ്. താങ്ക് യു വെരി മച്ച്. കുറേ കൊല്ലം പ്രോഗ്രാം ചെയ്യാൻ പറ്റട്ടെ. പിന്നെ അപ്പൊ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകണ്ടേ? കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. തോന്നട്ടെ, ഉറപ്പായിട്ടും. ഓക്കെ, തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ ടി വിയിൽ ഷോ ചെയ്യാൻ പറ്റട്ടെ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ ടി വിയിൽ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല, പലർക്കും ഇഷ്ടമുള്ള ഒരു ജോലിയല്ലേ. ഹലോ, നമസ്കാരം. നമസ്കാരം ഉണ്ടല്ലോ. എന്തുണ്ട്? ഹാപ്പി വിഷു. ഹലോ. ഹലോ. ആ, എന്താ പേര്? എന്റെ പേര് വിനോദ്. വിനോദ്, എന്ത് ചെയ്യുന്നേ? എന്താണ്? എന്താ ചെയ്യുന്നേ? എന്തും ചെയ്യുവേ? അതെ അതെ. നമുക്ക് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഗെയിം എന്താണെന്നറിയോ? അറിയില്ലല്ലോ. കഥയും കഥാപാത്രവും. ഞാൻ ഒരു ഡയലോഗ് പറയും, അത് ഏത് സിനിമയിൽ ആര് പറഞ്ഞതാണെന്ന് പറയണം. ശരി. ഓക്കെ. സിമ്പിൾ ആയിട്ടുള്ള തരാം. ഇതുവരെ ഒരാളും ജയിക്കാത്തത് കൊണ്ട് മാത്രം. ആയിക്കോട്ടെ. നമുക്ക് സമയം ഇട്ടടാ. നമുക്ക് ആവശ്യം ഒരു 1000 രൂപയാണ്. വിൽക്കാനുള്ളത് ഒരു ചക്കയും. എന്ന് വെച്ച് ചക്കക്ക് 1000 രൂപ കിട്ടുമോ? മോഹൻലാൽ. ഇസ് എ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ. അടുത്തത്, 2 ദിവസത്തെ ബന്ധമേ നീയും ഞാനും തമ്മിലുള്ളൂ. ഞാൻ എന്തിനാ നിന്നെ നീ എന്ന് വിളിക്കുന്നതെന്നും എനിക്കറിയില്ല. ഈവൻ നിനക്ക് വേണ്ട. ആദ്യത്തെ ആവേശം അങ്ങ് പോയില്ലേ? അത്രയും വേണ്ടു എനിക്ക്. നിങ്ങള് ശരി കേട്ടോ. നിങ്ങള് ഒരാളെ വിന്നറാക്കാൻ ഞാൻ ആ വിന്നറാണ് വിചാരിച്ചു. ഓ, ഭയങ്കര പ്രതീക്ഷയിലാണ് ഞാൻ. ആദ്യം എപ്പോഴും ഒരു വെട്ടം കൊടുക്കും. നിങ്ങളെ എല്ലാ ആൾക്കാരും ഇങ്ങനെ വിഷമിപ്പിച്ചു കൊടുക്കുന്നത് ശരിയല്ല. വിഷമിപ്പിക്കുന്നില്ലല്ലോ, എനിക്ക് സന്തോഷിക്കണ്ടേ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ സന്തോഷിക്കാൻ പാടില്ല. വിഷു കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. എന്നാ പറ, ഉത്തരം പറ. ഒരു ക്ലൂ വയ്ക്കുന്നതായോ? ഒരു ക്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയിലുള്ള ഒരു നായകനാണ്. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയിലെ നായകനാണ്. അത്രേ ക്ലൂ ഉള്ളൂ. ഇപ്പോൾ എവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ സൂപ്പർ ഹിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കല്ലേ കുറെ സിനിമകൾ. 3-4 സിനിമകൾ ഓടുന്നുണ്ടല്ലോ. അതിലൊരു ഒരു സിനിമയിൽ ഉണ്ട് അയാള്. വിനീതിന്റെ. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാ പിന്നെ ഉത്തരായില്ലേ? അങ്ങനെയാണല്ലേ? അല്ല, കൊച്ചൊന്നും പറയും, ഞാൻ ഒന്നുകൂടി ആലോചിക്കട്ടെ. അത് പുതിയ പടമാണോ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത വളരെ ഫേമസ് ആയ ഡയലോഗാണ്. 2 ദിവസത്തെ ബന്ധമേ നീയും ഞാൻ തമ്മിലുള്ളൂ. ഇപ്പോൾ ഞാൻ എന്തിനാ നിന്നെ നീ എന്ന് വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിനക്കിവൻ വേണ്ട. വേണ്ട. ഇത് ആരോട് പറയണ പറയും? അത് പറയാം. ഇതൊരു പെൺകുട്ടിയോട് പറയുന്ന. ഇതൊരു പെൺകുട്ടിയോട് പറയുന്ന. ഇത് നമ്മുടെ വിനീതാണ്. ആ ചെക്കന് ഇവരിപ്പോ കല്യാണം കഴിഞ്ഞല്ലേ? ഇപ്പൊ കല്യാണം കഴിഞ്ഞേ? ഇവർ രണ്ടാളും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. സമയം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു പൊളിക്കാം. ഫഹദ് ഫാസിലാണ്. ആവേശം എന്ന് പറയുന്ന സിനിമയാണ് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ എന്ന് പറഞ്ഞത്. ഈ സിനിമ ആ പാപ്ചുവും അത്ഭുതവിളക്കും എന്ന് പറയുന്ന സിനിമയിൽ അവനൊരു ആ റെസ്റ്റോറന്റിനകത്ത് വെച്ചിട്ടുള്ള ഡയലോഗാണ്. അല്ല, സംഭവം ഞാൻ ചോദിക്കട്ടെ, പാച്ചു അത്ഭുതവിളക്കിൽ ഈ സീന് ഓർമ്മയില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ മെമ്മറികളെ ആ സിനിമ എന്താ അറിയോ, നമ്മൾ കുറെ റിപ്പീറ്റ് വാച്ച് ആണ് ആ സിനിമയിലെ ആ ഡയലോഗ്. അത് ഞാൻ പറഞ്ഞെന്താ അറിയോ, നമ്മൾ ആറാം കുറെ വട്ടം കണ്ടു പെട്ടെന്ന് തലയ്ക്കകത്ത് കയറും. ഈ സിനിമ നമ്മള് റിപ്പീറ്റ് ചെയ്ത് 2-3 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, പെട്ടെന്ന് ഇങ്ങനെ ജയിപ്പിച്ചു വിടാൻ പറ്റില്ലല്ലോ. ഞാൻ കൊടുക്കുന്ന സമ്മാനം വളരെ വിലപ്പെട്ടതാണ്, അതാണ്. എന്തായാലും സന്തോഷം, ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. വീണ്ടും തോൽക്കാനും ജയിക്കാനും സാധ്യതയുള്ള ഗെയിംസ് ആണ്. നമ്മൾ ചിലപ്പോ ജയിക്കാൻ ചിലപ്പോ തോക്കാൻ നമ്മുടെ കയ്യിലല്ല ഒന്നും. അടുത്ത അല്ല, നിങ്ങൾ പോയില്ല ഇതുവരെ. അടുത്ത ആളിലേക്ക് പോട്ടെ ഞാൻ. ഹലോ, നമസ്കാരം. ഹലോ, മിണ്ടുന്നില്ല, കുട്ടി മിണ്ടുന്നില്ല. ഹലോ, ഇതാണ് ഞാൻ ഇല്ല കളിക്കാം. ഹലോ ടോണി, എനിക്ക് ഇങ്ങോട്ട് കോള് കണക്ട് ചെയ്ത് തരൂ, ഞാൻ സംസാരിക്കട്ടെ. ഞാൻ മുട്ടിക്കല്ലേ സംസാരിക്കാൻ. ഹലോ, ഞാനൊരു പാട്ടിങ്ങനെ രാവിലെ ഒരു പാട്ട് കേട്ട്, ഹലോ, പിന്നെ അതിങ്ങനെ നമ്മൾ വൈകുന്നേരമാവുന്നു, രാത്രിയാവുന്നു, നമ്മൾ പിന്നെ ഇത് നമ്മൾ അന്ന് ഉറങ്ങുന്നവരെ ചിലപ്പോൾ അതിങ്ങനെ ആ പാട്ട് ഇങ്ങനെ നമ്മളെ വായിൽ ഇങ്ങനെ കിടക്കും അല്ലേ. അത് ഒരു നോർമലായിട്ട് എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന സംഭവം. ഞാനും അങ്ങനെ ഒരു ഇതാണ് കേട്ടോ, എനിക്ക് എപ്പോഴും അങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്താണ് ടോണി?
കോള് വന്നോ? കോളൊന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യൂ, ഞാൻ സംസാരിക്കട്ടെ. എന്താണ് പറയുന്നത്? ഹായ്, ഒരാൾ മെസ്സേജ് അയച്ചിരിക്കുന്നേ, എന്താണെന്ന് നോക്കട്ടെ. ഹലോ. ഞാൻ ഒരു ബ്രേക്ക് പോകാൻ പറയുന്നുണ്ട് ടോണി. ഒരു ബ്രേക്ക് പോയിട്ട് വരാം, ഇപ്പോൾ വരെ. വെൽക്കം ബാക്ക്. അടുത്ത ആളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. വെറൈറ്റി കളറല്ലേ, കളർ മാറ്റി പിടിച്ച ഞാൻ. ഹലോ, നമസ്കാരം. പൊതുവെ ഈ പ്രിന്റ് മതി മാറ്റം. ഹലോ, നമസ്കാരം. എന്താ പേര്? എന്റെ പേര് ആഷിഖ്. ആഷിഖ് ബാനായ. ആഷിഖ് എന്ത് ചെയ്യുന്നേ? ഞാൻ ഇവിടെ അബുദാബിയിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ അക്കൗണ്ടന്റ് ആണ്. ആഷിഖിനോട് സംസാരിക്കാനാണ് എനിക്ക് ഇഷ്ടമായിരുന്നത്, പക്ഷെ ഞാനിപ്പോ എന്താ ഗെയിം തരിക എന്നുള്ള കൺഫ്യൂഷനിലായി. എന്തെങ്കിലും എന്താ? ആഷിഖിന് എന്ത് ഗെയിമാ വേണ്ടേ? ഞാൻ ഈ ഷോ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നത്. വെരി ഗുഡ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആഷിഖിന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ആർക്കും ഒരു ഗെയിം കഴിഞ്ഞാൽ വീണ്ടും ഒരു ഗെയിം കൊടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പറഞ്ഞത് പറയണ്ട. ഓക്കെ. അതായത് ഞാനിപ്പോ ഉപയോഗിക്കുന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. ശരി. അതായത് ഞാനിപ്പോ ചോദിക്കാണ് നാട്ടിൽ എവിടെയാന്ന് ചോദിക്കുമ്പോൾ നാട്ടിൽ കണ്ണൂരാണെന്ന് പറഞ്ഞാൽ നാട്ടിൽ എന്ന വാക്ക് റിപ്പീറ്റ് ആണ്, അപ്പൊ ഔട്ടാവും. ഓ, അങ്ങനെ. അതേപോലെ ഉണ്ടോ ഉണ്ട്, ഇല്ലേ ഇല്ല, അല്ലേ അല്ല എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. വീട്ടിൽ ഭാര്യ ഉണ്ടോ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഔട്ടാവും. ശരി ശരി. യെസ് എന്ന് പറയാം. പക്ഷേ എങ്ങനെ? ഭാര്യ വീട്ടിലുണ്ടോ ഉണ്ട് എന്ന് പറയുമ്പോ ഔട്ടാവും. യെസ് എന്ന് പറയാം. ഓ, അങ്ങനെ. ഓക്കെ, മനസ്സിലായോ? ഓ, മനസ്സിലായി. ഓക്കെ, നമുക്ക് തകർക്കാം. തകർക്കാമെന്ന ആളാണ്. കാണിച്ചു കൊടുക്കാം. ടൈം സ്റ്റാർട്ട് നൗ. ആഷിഖ് എവിടെ? നാട്ടിലെവിടെയാ? എറണാകുളം. എറണാകുളത്ത് എവിടെ? പ്രോപ്പർ എറണാകുളം ആണോ അതോ ആലുവ? ആലുവ എറണാകുളത്തല്ലല്ലോ. ആലുവ കൊച്ചിയിലല്ലേ? ആണല്ലോ. എറണാകുളത്തും ഉണ്ടോ, കൊച്ചിയിലും ഉണ്ടോ ആലുവ? ജില്ല എറണാകുളമാണ്. തിരുവനന്തപുരം അല്ലേ പറഞ്ഞേ? അല്ല, തിരുവനന്തപുരം അല്ലേ? അല്ല എന്ന് പറഞ്ഞല്ലോ. തിരുവനന്തപുരം അല്ലേന്ന് ചോദിച്ചപ്പോ അല്ല എന്ന് പറഞ്ഞില്ലേ? ആണോ? ആണ് ഏയ് പറഞ്ഞേ. ഞാൻ വേണമെങ്കിൽ ഇന്നത്തെ ദിവസം ആയതുകൊണ്ട് മാത്രം, ഞാൻ 24 വർഷം ഇന്നലെ പൂർത്തിയാക്കി കിടക്കുന്നതുകൊണ്ട് മാത്രം ഒന്ന് ടൈമർ മാറ്റിയിടുകയാണേ. ഒന്ന് ടൈമർ മാറ്റിയിട്ടേ പുള്ളീനെ ഒന്ന് തോപ്പിച്ചു വിടട്ടെ. റെഡി? പുതുതായിട്ട് തുടങ്ങാണേ. പറയൂ, എവിടെ വർക്ക് ചെയ്യുന്നേ? ഞാനൊരു ഇവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ്. എന്ത് അക്കൗണ്ടന്റ്? ശരി. ഫാമിലിയോ? ഇവിടെ ഉണ്ട്. വർക്ക് ചെയ്യുന്നില്ലേ? ഇല്ല. ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞില്ലേ? ആണോ? ഇതെന്താണ് ഇങ്ങനെ ശരിയാകത്തില്ല കേട്ടാ. വർക്ക് ചെയ്യുന്നില്ലേന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞില്ലേ? ഏയ് പറഞ്ഞ് ഇത് ശരിയാകത്തില്ല. ഞാൻ ഇല്ല കളിക്ക്. 2 പ്രാവശ്യം ഔട്ടായി, 3ാമത്തെ പ്രാവശ്യം ഔട്ടാക്കാനൊന്നും പറ്റൂല. ഒന്നിൽ പഴിച്ചാൽ 3. അങ്ങനെ പിഴക്കണ്ട വിട്ടോ. അടുത്ത നാളെ ഉണ്ട്. ഞാൻ നാളെ 8:30 to 9:30 ഇവിടെ തന്നെ ഉണ്ടാവും. ആ സമയത്തൊന്ന് വിളിക്കും, നമുക്ക് നോക്കാം എന്തായാലും വേറെ രീതിയിൽ എന്തെങ്കിലും മുട്ടാൻ പറ്റുമോ മുട്ടാം. ശരി. എന്തായാലും ആഷിഖ് വിളിച്ചതിൽ സന്തോഷം. ആദ്യമായിട്ട് ഷോ കണ്ടിട്ട് അങ്ങനെ ആദ്യമായിട്ട് വിളിച്ചൊരു മനുഷ്യനായിരുന്നു. ആദ്യമായിട്ട് വന്നിട്ട് ആദ്യമായിട്ട് ഔട്ടായിപ്പോ. ഇന്നത്തെ ദിവസം ആരും തന്നെ ഇതുവരെ ആയും ജയിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ട് പറയാനുള്ള കാര്യം. അപ്പോൾ ഇന്ന് ആരെങ്കിലും ഒരാളെങ്കിലും ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് പറയാണ്. ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ജയിക്കാനുള്ളൊരു ഗെയിം ഞാൻ തരാം. അതായത് എനിക്ക് തോന്നുന്നു സിമ്പിളായിട്ടുള്ളൊരു ഗെയിം വേണമെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്യാം. നിങ്ങൾ കുറച്ച് 2 മിനിറ്റ് നേരം നിങ്ങൾ കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം മറന്ന് നിങ്ങൾ ഇതിനകത്ത് തന്നെ നിൽക്കണം. നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ വിളിക്കുന്ന ഒരാൾ ആ വിളിക്കുന്ന 2 മിനിറ്റ് നേരം നിങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല. നിങ്ങൾ ഇതിൽ തന്നെ നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് മാത്രമേ ജയിക്കുള്ളൂ, ഇല്ലെങ്കിൽ ജയിക്കില്ല. ഹലോ, നമസ്കാരം. ഹലോ ഹലോ, നമസ്കാരം. ആരാ? ഷർമിന. എന്താ വിശേഷം? നല്ല വിശേഷം. ഈദ് മുബാറക്. മുബാറക്. അപ്പൊ എങ്ങനെയായിരുന്നു ഈദൊക്കെ ആയിട്ട്? എവിടെ പോയി? ഇതൊക്കെ ആയിട്ട് നമ്മൾ എവിടേക്കോ കറങ്ങാൻ പോയി. എന്നിട്ട് 2 ദിവസം എവിടേക്കോ ഇറങ്ങി. ആണോ? അപ്പൊ ഞാൻ ഒരു സിനിമയുടെ കഥ പറയും. ഏത് സിനിമയാണെന്ന് കണ്ടുപിടിക്കണം. റെഡി? ടൈം സ്റ്റാർട്ട് നൗ. അങ്ങനെ ഇതൊരു പോലീസ് ഓഫീസറിന്റെ കഥയാണ്. ഇദ്ദേഹം ഒരു പുറത്തൊരു വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. ഒരു ഫാമിലി പിക്നിക് പോലെ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. പക്ഷെ എപ്പോഴോ ഇദ്ദേഹത്തിന് ഒരു കോൾ വരുന്നു. ഇദ്ദേഹം ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്.
ഇദ്ദേഹത്തിന് കോൾ വന്നിട്ട് ഇദ്ദേഹത്തിന് പിന്നെ ഇന്ന് ടൗണിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അവിടെ ഒന്ന് വരണം എന്ന് പറഞ്ഞിട്ടൊരു കോൾ വരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ പോകുന്ന വഴിയിലാണ് അദ്ദേഹം ഒന്നും കൂടി ഉറപ്പുവരുത്താനായിട്ട് പോലീസ് ഇതിലേക്ക് വിളിക്കുന്നതും സംസാരിക്കുന്നത്. അപ്പോൾ ആഴാണ് അറിയുന്നത് അത് ട്രാപ്പായിരുന്നു, അങ്ങനെ ഒരു കോളും ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോകുമ്പോഴേക്കും അയാളുടെ ഭാര്യയും മകനോ മകളോ തട്ടിക്കൊണ്ടു പോകപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം പിന്നീട് ഇദ്ദേഹത്തിന് വർഷങ്ങൾക്ക് ശേഷം പുതിയൊരു കേസ് വരികയാണ്. ആ കേസ് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു സീരിയൽ കൊലപാതകം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി പല കൊലപാതകങ്ങൾക്കും അതിൻ്റെതായ കണക്ഷൻസ് ഉണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ പേരിലാണ് കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആര് ചെയ്തു എന്ന് കണ്ടെത്തുന്നതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ഏത് സിനിമ? ഷറഫുദ്ദീൻ ഒക്കെ ഉള്ള മൂവിയാണോ? അല്ല, ഇതിന് ഇടയിൽ ഈ കൊലപാതകത്തിന് ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു, ഒരു സ്ഥിരമായിട്ടൊരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. അവരെ ചെറിയ രീതിയിൽ മുറിവേൽപ്പിച്ചൊക്കെ ആയിരുന്നു കൊല്ലുന്നുണ്ടായിരുന്നതൊക്കെ. ചെറിയ രീതിയിലൊരു മുറിവ്, ആ മുറിവിൽ ചില വിഷങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഒരു ചെറിയ രീതിയിലുള്ള കൊലപാതകങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. നന്നായി. അങ്ങനെ ചോദിച്ചാലാ ഏകദേശം ഭയങ്കരം പുതിയതല്ല, എന്നാലും പുതിയതാണ്. കോൾഡ് കേസ് 2-3 സിനിമയായി ഇപ്പോ. ഇനി ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ് കഴിയാനായി. ഫോറൻസിക് അല്ല, ഞാൻ പറഞ്ഞുതരാം. ഹോസ്ലർ കണ്ടിട്ടില്ല? അയ്യോ, കാണണോ വിചാരിച്ചത്. കണ്ടിട്ടില്ല, അതുകൊണ്ടാ. കണ്ടിരുന്നെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞപ്പോ തന്നെ പിടിക്കപ്പെട്ടേനെ. അദ്ദേഹത്തിന് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നു, ഭാര്യയും മകളെ തട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ പിടിച്ചേനെ ഹോസ്ലറാണെന്ന്. പിന്നെ ഇത് മുറിവേൽപ്പിക്കുന്നു എന്ന് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഹോസ്ലറിലേക്ക് എത്തേണ്ടതാണ്. സാരമില്ല, കുഴപ്പമില്ല, ടെൻഷൻ അടിക്കണ്ട. ഇന്ന് ആരും ജയിച്ചിട്ടില്ല, ഇന്ന് ഞാൻ മാത്രം വിജയിച്ചിട്ടുള്ളൂ. എന്തായാലും വിളിച്ചതിൽ സന്തോഷം ഷർമിന. ഓക്കെ, അപ്പോൾ അങ്ങനെ ഷർമിനയും കൂടി ഔട്ടായി പോയി. പക്ഷേ ഷർമിന ജയിക്കാൻ സാധ്യതയുള്ളൊരു സംഭവമാണ് കൊടുത്തിരുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട സിനിമകളിലൊന്നാണ് ഹോസ്ലർ. അതും ജയിക്കാൻ പറ്റിയില്ല. ഇറ്റ്സ് എന്താ പറയുക, ചില ദിവസങ്ങൾ അങ്ങനെയാണ്, വിധിയാണ് ആർക്കും ജയിക്കാൻ പറ്റാണ്ട് പോവുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം ഇന്ന് എനിക്ക് മാത്രമായി അവകാശപ്പെട്ടൊരു ദിവസം, അതായിട്ട് അങ്ങനെ പോട്ടെ. ചില സമയങ്ങളിൽ അങ്ങനെ വേണമല്ലോ. എല്ലാ ദിവസവും എല്ലാവരും ജയിക്കുമോ? ഓരോരാളായിട്ട് ജയിച്ചു പോകുന്നതാണ്. അപ്പം ഇന്നൊരു ദിവസമെങ്കിലും ഞാൻ മാത്രം ജയിച്ച ദിവസം, അത് ഇന്ന് എന്താണ് സ്വർണ്ണലിപികളിൽ എഴുതപ്പെടും. ഇന്ന് വേറെ ഒരാളും ജയിച്ചില്ല, അതും ഇത്രയും കോൾസ് എടുത്തിട്ടും എനിക്ക് ഒരാൾ പോലും ജയിക്കാൻ പറ്റിയില്ല എന്ന രീതിയിലാണ്. എന്താണ്? ക്രോക്കഡൈൽ പാർക്കിന്റെ വിന്നർ ഇല്ലല്ലോ. വിന്നർ ഉണ്ടെങ്കിലല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇന്ന് വിന്നറില്ല, ആരുമില്ല. അതായത് ഇന്ന് എനിക്ക് ക്രോക്കഡൈൽ പാർക്കിന്റെ ഇത് കൊടുക്കാൻ പറ്റില്ല, സമ്മാനം കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂണിന്റെ സമ്മാനം കൊടുക്കാൻ പറ്റില്ല, മജ്ലിസ് റെസ്റ്റോറൻറ്റിന്റെ സമ്മാനം കൊടുക്കാൻ പറ്റില്ല. ഈ 3 സമ്മാനം ഇന്ന് ഇവിടെ ഉണ്ടാവും. ഈ സമ്മാനങ്ങൾ ഇനി നാളെ ജയിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാം, അത്രേ പറ്റുള്ളൂ. കാരണം ഇന്നിപ്പോൾ എന്തായാലും ജയിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നാളെ കൊടുക്കാമെന്നുള്ളതാണ്. ആൻഡ് ഇന്നത്തെ സമയം എനിക്കിവിടെ ഏകദേശം തീരുകയാണ്. അപ്പം നമുക്ക് നാളെ കണ്ടുമുട്ടാം. നാളെ രാത്രി 8:30 to 9:30. നാളെ മഴയൊക്കെയാണ്, എല്ലാവരും ജാഗ്രത പാലിക്കുക. വളരെ അത്യാവശ്യമാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോയേ പറ്റൂ എന്നുള്ളവർ മാത്രം പോകുക. അല്ലാത്തവർ ഓൺലൈൻ വർക്ക് ഫ്രം ഹോം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ മാത്രം ചെയ്യുക. വണ്ടിയൊക്കെ കുറച്ചും കൂടി സേഫായ ഏരിയയിൽ പാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് എല്ലാവരും സുഖമായി നിൽക്കുക. നമുക്ക് എല്ലാവരും നാളെ രാത്രി 8:30 ഷോയിൽ കാണാം. വീണ്ടും കാണുന്നവരേക്കും ടാറ്റ ബൈ, ഗുഡ് നൈറ്റ്, സൈനിങ് ഓഫ്. സനീഷ് ചാക്യാർ വിത്ത് മീ, നിഷാദ് ക, നിരഞ്ജൻ, ടോണി ആൻഡ് സച്ചു ബൈ, റാഫി ആൻഡ് എൻ്റെ പേരെന്താണ്, വിവേക്.